Good evening, one and all. Today, let us have a discussion on June 2022 BEGG 172 question paper. Before we discuss the questions, let me introduce the question paper. ഇവിടെ BEGG 172 question paper two sections ആണ് വരുന്നത്. Section A, B and C. അപ്പോൾ section A there will be 4 questions. Out of 4, you have to attempt any 2. Each question carry 10 marks. Section A total mark എന്ന് പറയുന്നത് 20 marks ആണ്. ഇവിടെ 150 to 200 words ആണ് നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം ശ്രദ്ധിക്കുക, there will be 4 questions. Out of 4, you have to attempt any 4. Each question carries 10 marks. Okay. Then section B, there you have to attempt any 4. There will be 7 questions. Out of 7, you have to attempt any 4. Each question carries 20 mark. Total 4 into 20, 80. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, you have to write each answer about 400 to 450 words. അപ്പൊ ഇത്രയാണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ എയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്, ഹൗ ആർ ദേ റിലേറ്റഡ്? അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ സെക്ഷൻ എ, ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്, ഹൗ ആർ ദേ റിലേറ്റഡ്? ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഓക്കെ, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ആർ ദി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് ബൈ സ്ട്രക്ചറലിസം ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫെർഡിനാൻഡ് ഡി സെഷോ. അല്ലെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 2 ടേമുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് സ്ട്രക്ചറലിസ്റ്റ് കോൺസെപ്റ്റ് ആണ്, ഈ പറഞ്ഞ സിഗ്നിഫയറും സിഗ്നിഫൈഡും. അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫെർഡിനാൻഡ് ഡി സെഷോ. ഓക്കെ, according to Sesho, a sign is a combination of both signifier and signified. അല്ലെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും, എന്താണ് ഈ ഒരു സിഗ്നിഫൈഡ്, അതുപോലെ തന്നെ എന്താണ് സൈൻ, അല്ലെ, മിക്കവാറും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ സൈൻ എന്ന് പറയുന്നത്, അല്ലെ, ഫസ്റ്റ് നിങ്ങൾ ഓർക്കണം എങ്ങനെയാണ് സിഗ്നിഫയറും സിഗ്നിഫൈഡും റിലേറ്റഡ് ആയത്, കണക്റ്റഡ് ആയതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ കണക്റ്റഡ് ആവുന്നത് നിങ്ങൾ ഓർക്കണം, സിഗ്നിഫയർ സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് സൈൻ, അല്ലെ, സൈനുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലെ, ഒരു സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഇനി നോക്കാം എന്താണ് സൈൻ, അതുപോലെ തന്നെ എന്താണ് സിഗ്നിഫൈഡ്, അതുപോലെ തന്നെ സിഗ്നിഫയർ എന്താണുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം, ഫസ്റ്റ് സൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സൈൻ എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി എൻ ഒബ്ജെക്ട് ഓർ എ വേർഡ്. അല്ലെ, ഇപ്പൊ നമുക്കറിയാം സൈൻ എന്ന് പറയുന്നത് അതൊരു വേർഡ് ആവാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം. അല്ലെ, ഇവിടെ നോക്കും നിങ്ങൾ, ടൈഗർ, അല്ലെ, ടൈഗർ എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ്, അല്ലെ, പിന്നെ ഈ ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ടൈഗർ എന്ന് പറയുന്ന ആ ഒരു വേർഡ് എടുക്കുക. അല്ലെ, ആ വേർഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ആ വേർഡ്സ് ഒരു ആൽഫബറ്റ്, അല്ലെ, ഒരു ആൽഫബറ്റിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത്, ഈ ടൈഗർ എന്ന് പറയുന്ന ആ ഒരു വേർഡ്. അല്ലെ, അതുപോലെ തന്നെ അത് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും, ടൈഗർ, അല്ലെ. അതുപോലെ തന്നെ ടൈഗർ എന്ന് പറയുന്നത് നമ്മൾ ലെറ്റേഴ്സിൽ നമുക്കത് എഴുതാൻ പറ്റും, ആൽഫബറ്റ് വ്യത്യസ്ത കോമ്പിനേഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ടൈഗർ എന്ന് കിട്ടുന്നത്, അല്ലെ, ഒരു വേർഡ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു വേർഡ്സിന്റെ ഒക്കെ ഫിസിക്കൽ ഫോം, അല്ലെങ്കിൽ ആൽഫബറ്റ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ, അല്ലെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിഗ്നിഫയർ എന്ന് പറയുന്നത്, അല്ലെ. എന്നാൽ സിഗ്നിഫൈഡ് എന്ന് പറയുന്നതോ, നമ്മൾ പിന്നെ ടൈഗർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും, അല്ലെ. ആ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ടൈഗർ എന്ന് പറയുന്ന അതിന്റെ ഒരു ഇമേജ് നമ്മൾ കാണുന്നു, അല്ലെ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ആൽഫബറ്റ്, അല്ലെ, അത് പ്രൊനൗൺസ് ചെയ്യുന്നു, നമ്മൾ ആൽഫബറ്റ് നമ്മൾ റീഡ് ചെയ്യുന്നു, അല്ലെ. ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന മെന്റൽ ഇമേജ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്, അല്ലെ, ടൈഗറിന്റെ ഒരു ഇമേജ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കറിയാം ഒരു വൈൽഡ് അനിമൽ ആണ്, അല്ലെ, അതുപോലെ തന്നെ പവർഫുൾ അനിമൽ ആണ്, അല്ലെ, അതുപോലെ തന്നെ ഡോമിനേറ്റിംഗ് ഫിഗർ ആണ്, അല്ലെ, ഫോറസ്റ്റിൽ ജംഗിളിൽ ഡോമിനേറ്റിംഗ് ഫിഗർ ആണ്, അല്ലെ, കറേജിയസ് ആണ്,
അല്ലെ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അതിനെക്കുറിച്ചുള്ള ഇമേജുകൾ, കോൺസെപ്റ്റുകൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. ഇങ്ങനെയുള്ള മെന്റൽ കോൺസെപ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആവട്ടെ, വേർഡ് ആവട്ടെ, അതിന്റെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആൽഫബറ്റ് നമ്മൾ റീഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ വരുന്ന ആൽഫബറ്റിനെയും അതിന്റെ ഫിസിക്കൽ ഫോമിനെയും പ്രൊനൗൺസിയേഷനെയും ഒക്കെയാണ് നമ്മൾ എന്ത് പറയാറ്? സിഗ്നിഫയർ എന്ന് പറയാറ്. സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആൽഫബറ്റും ആ ഒരു പ്രൊനൗൺസിയേഷനും അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ്, ഐഡിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നിഫൈഡ് എന്ന് പറയാറുള്ളത്. അപ്പം ഒരു സൈൻ എന്ന് പറയുന്നത് ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫെർഡിനാൻഡ് ഡി സെഷ്യോ, സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറലിസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഈ പറഞ്ഞ സിഗ്നിഫൈഡും കണക്ട് ചെയ്തിരിക്കുന്നത് സൈൻ എന്ന ഒരു കോൺസെപ്റ്റിലാണ്. ഈ രണ്ട് ടേമും കണക്ട് ആവുന്നത്. സൈൻ എന്ന് പറയുന്നത് അല്ലെ, ഇപ്പൊ നമ്മളൊരു വേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇമേജ് എന്ന് പറയുന്നത്, അതിന് എന്തുണ്ടായിരിക്കും? ഒരു പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിനെ ആൽഫബറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എഴുതാൻ പറ്റും അല്ലെ? എന്നാൽ ഈ ഒരു ആൽഫബറ്റും ഈ ഇമേജ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു വേർഡ് ആവട്ടെ, ഒബ്ജക്റ്റ് ആവട്ടെ, അതിനൊരു സ്പോക്കൺ ഫോം ഉണ്ടാവും അത് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ റിട്ടൺ ഫോം ഉണ്ടായിരിക്കും, പ്രൊനൗൺസിയേഷൻ ഉണ്ടായിരിക്കും അല്ലെ? അതുപോലെ തന്നെ ആ ഒരു ഇമേജ്, വേർഡ്സ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എ സൈൻ ക്യാൻ ബി എ വേർഡ് ഓർ object. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എ സിഗ്നിഫയർ ഇസ് എ ഫിസിക്കൽ ഫോം ദാറ്റ് ക്യാൻ ബി പ്രിന്റഡ്, വേർഡ്സ്, സൗണ്ട്, ഇമേജ്, എക്സെട്ര. അപ്പൊ സിഗ്നിഫയർ നമ്മൾ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, ഇവിടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോക്കാം. സിഗ്നിഫയർ ഇസ് എ ഫിസിക്കൽ ഫോം ദാറ്റ് ക്യാൻ ബി പ്രിന്റഡ്, വേർഡ്സ്, സൗണ്ട്, ഇമേജ്, എക്സെട്ര. Signified is the meaning or concept or idea expressed by words, sound, image, etc. അല്ലെ, ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സിഗ്നിഫൈഡ് അല്ലെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അത് കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് മീനിങ് ആണ് അല്ലെ, ഐഡിയാസ് ആണ്, എക്സ്പ്രസ്ഡ് ബൈ ഏത്? സിഗ്നിഫയർ. അല്ലെങ്കിൽ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ഒരു ഇമേജ് നമുക്ക് തരുന്ന മീനിങ് അല്ലെ, നമ്മളത് ഒരു വേർഡ് കാണുന്ന സമയത്ത്, ഇമേജ് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ അത് മനസ്സിലാക്കുന്ന കാര്യങ്ങളെയാണ് എന്ത്? സിഗ്നിഫൈഡ് എന്ന് പറയാറ്. ദർ ഇസ് നോ ഡയറക്റ്റ് കറസ്പോണ്ടൻസ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് അല്ലെ. അപ്പം സിഗ്നിഫയറും സിഗ്നിഫൈഡും എന്തില്ല? ഡയറക്റ്റ് കറസ്പോണ്ടൻസ് ഇല്ല. കാരണം എ സിഗ്നിഫയർ ഇസ് എ ഫിക്സഡ് വൺ, ബട്ട് സിഗ്നിഫൈഡ് എ ചേഞ്ച് ബേസ്ഡ് ഓൺ ദി റീഡർ ഓർ ദി ഓഡിയൻസ് അല്ലെ. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും അല്ലെ. ഇപ്പൊ നോക്ക്, നമ്മള് സിഗ്നിഫയർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ പറയാണ് ലയൺ അല്ലെ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്ക്, നമ്മൾ ഗോഡ് അല്ലെ. ഗോഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വേർഡ് എടുക്കുക അല്ലെ, ഗോഡ് അല്ലെ. അപ്പൊ അതൊരു സിഗ്നിഫയർ ആണ്, വേർഡ് ആണ് അല്ലെ, ഗോഡ് അല്ലെ. അപ്പൊ ദാറ്റ് ക്യാൻ മീൻ ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ഓഫ് ഗോഡ് അല്ലെ. അതെന്താവാം? ഗോഡിന്റെ ഡിഫറെന്റ് കോൺസെപ്റ്റുകളാവാം. ഇപ്പൊ എനിക്കുള്ള ഗോഡ് ആവില്ല അല്ലെ. ഇപ്പോ മുസ്ലിംസ് ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ഹിന്ദുസ് ആവട്ടെ, ഇവർക്കൊക്കെ ഗോഡ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ആ ഒരു കോൺസെപ്റ്റുകൾ, ഗോഡ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? സെയിം ആണ്. ബട്ട് അത് സിഗ്നിഫൈഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അത് മീൻ ചെയ്യുന്നത് അല്ലെ, നമ്മൾ ആളുകളുടെ ഓരോ ഡിഫറെന്റ് റിലീജിയന്റെ മൈൻഡിലേക്ക് വരുന്ന സമയത്ത് കോൺസെപ്റ്റുകൾ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഓരോ ആളുകൾക്കും ഡിഫറെന്റ് ഗോഡുകളായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സിഗ്നിഫയർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ബട്ട് സിഗ്നിഫൈഡ് എന്ത് ചെയ്യും? ദാറ്റ് മേ ചേഞ്ച് ബേസ്ഡ് ഓൺ ദി കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇനി നോക്കാം. ഹിയർ സിഗ്നിഫൈഡ് ഈസ് വാരിഡ് ബേസ്ഡ് ഓൺ ദെയർ റിലീജിയൻ. അപ്പൊ ഗോഡ് എന്ന് പറയുന്ന ഒരു സിഗ്നിഫയർ അല്ലെ, അത് എന്ത് ചെയ്യും? ആ ഒരു കോൺസെപ്റ്റ് വ്യത്യാസം ഉണ്ടാവും ബേസ്ഡ് ഓൺ ദി കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ദെയർ റിലീജിയൻ അനുസരിച്ച് ഗോഡിന്റെ കോൺസെപ്റ്റ് വ്യത്യാസം ഉണ്ടാവും. Therefore signifier is fixed, whereas signified keep changing based on the context. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, സിഗ്നിഫയർ ഫിക്സഡ് ആണ്, ബട്ട് എന്ത് മാറിക്കൊണ്ടിരിക്കും? സിഗ്നിഫൈഡ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എവറി ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞ സിഗ്നിഫയറും സിഗ്നിഫൈഡും ഒക്കെ. ഓക്കെ, അപ്പൊ നോക്കാം, നിങ്ങളുടെ ട്രാഫിക് സിഗ്നൽസ്, സിംബൽസ് ഓർ ബോഡി പോസ്റ്റേഴ്സ്, ജെസ്റ്റേഴ്സ്, social rituals, the cloth we wear, etc. Everything come under the category of sign. Like, അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെ, നമുക്ക് കാണാൻ പറ്റൂടെ അവിടെ നമ്മുടെ ലൈഫിന്റെ ഒരു ആസ്പെക്റ്റിൽ ഇത് കണക്റ്റഡ് ആണ്. ഇപ്പൊ ട്രാഫിക് സിഗ്നൽസ്, സിംബലുകളൊക്കെ നോക്കാം നമ്മൾ അല്ലെ. ട്രാഫിക് സിഗ്നൽസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ആ ഓരോ കളേഴ്സ്
അല്ലെ ഓരോ കളേഴ്സും എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ട് സിഗ്നിഫൈഡ് ആണ് അല്ലെ എന്ന് പറഞ്ഞാൽ ഓരോ മെസ്സേജസ് ഐഡിയാസ് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഓരോ കളേഴ്സ് അല്ലെ റൈറ്റ് ആ ബോഡി പോസ്റ്റേഴ്സ് ജസ്റ്റേഴ്സ് സോഷ്യൽ റിച്വൽസ് ക്ലോത്ത് അല്ലെ ഇതൊക്കെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ സൈന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ സിഗ്നിഫയറും ഉണ്ട് എന്തുണ്ടായിരിക്കും സിഗ്നിഫൈഡും ഉണ്ടായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പെല്ലിംഗ് ആൻഡ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് നോക്കാം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജും മറ്റ് ലാംഗ്വേജസുമായിട്ട് വ്യത്യാസമുണ്ട് അല്ലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെയല്ല മലയാളം ലാംഗ്വേജ് ഇൻ ദ കേസ് ഓഫ് സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ രണ്ടു വ്യത്യാസമുണ്ട് അല്ലെ മലയാളം നമുക്ക് എടുത്താൽ കാണാൻ പറ്റും ദർ ഇസ് എ ഡയറക്റ്റ് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ആൽഫബറ്റ് ആൻഡ് their pronunciation അല്ലെ ഇപ്പം മലയാളത്തിൽ നമ്മൾ ഏത് വേർഡ് എടുക്കുകയാണെങ്കിലും ഓരോ ആൽഫബറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും ഓരോ ആൽഫബറ്റും ഓരോ ലെറ്റേഴ്സിനും എന്തുണ്ട് ഡയറക്റ്റ് പ്രൊനൗൺസിയേഷൻ രണ്ടാമതൊരു പ്രൊനൗൺസിയേഷൻ സൗണ്ട് ഉണ്ടാവില്ല അല്ലെ എന്നാലോ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രത്യേകത എന്താ ഇൻ ദ കേസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് English is a phonetic language in which there is no perfect correspondence or relationship between letters of the alphabet and sounds. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് കാണാൻ പറ്റും there is no direct correspondence or relationship between alphabet and sound. അല്ലെ അപ്പൊ ഇംഗ്ലീഷിൽ ചില ആൽഫബറ്റിന് ചില ലെറ്റേഴ്സിന് എന്തുണ്ട് മോർ ദാൻ വൺ സൗണ്ട് വരുന്നുണ്ട് അപ്പം പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് ലാംഗ്വേജ് there are 26 alphabets അല്ലെ which represent 44 sounds അല്ലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്താൽ നോക്കുകയാണെങ്കിൽ 26 alphabet ആണ് that represent 44 sounds അപ്പൊ ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം there are certain sounds which have more than one sound അല്ലെ അപ്പൊ ഇവിടെ സ്പെല്ലിങ്ങും അതുപോലെ തന്നെ സൗണ്ടും തമ്മിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട് ഡയറക്റ്റ് കറസ്പോണ്ടൻസ് അല്ല ഇറ്റ് മീൻസ് there are some alphabet or spelling which represent more than one sound for example നോക്ക് നിങ്ങൾ ആൽഫബറ്റ് സി അല്ലെ ആൽഫബറ്റ് സി എടുക്കുക ആൽഫബറ്റ് സി can have different sounds in different words അല്ലെ ഡിഫറെന്റ് വേർഡ്സിൽ നമ്മൾ സി പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്ക് നിങ്ങൾ അല്ലെ സെന്റർ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ് സൗണ്ട് ആണ് വരുന്നത് സ് അല്ലെ എന്നാൽ കേക്കിൽ നോക്ക് നിങ്ങൾ കേക്ക് ഖ് സൗണ്ട് ആണ് വരുന്നത് കേക്ക് അല്ലെ കേക്ക് ഖ് സൗണ്ട് ആണ് അതുപോലെ തന്നെ സി എച്ചിന്റെ കൂടെ വരുന്ന സമയത്ത് ച് സൗണ്ട് ആണ് വരുന്നത് ച് സൗണ്ട് അല്ലെ അപ്പം ഇവിടെ സ്പെല്ലിങ്ങും സൗണ്ടും എന്ന് പറയുന്നത് എന്താണ് there is no direct correspondence എന്തിന്റെ കാര്യത്തിൽ in the case of English language. So the alphabet is overburdened and very often one letter or group of letters present different sounds and the different letters stand for the same sound. അപ്പോൾ ഇങ്ങനെ വരാം സെയിം ലെറ്റേഴ്സ് എന്തിനെ more than one സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യും അതുപോലെ തന്നെ സെയിം ലെറ്റേഴ്സ് കാണാൻ പറ്റും ഡിഫറെന്റ് ലെറ്റേഴ്സ് സ്റ്റാൻഡ് ഫോർ ദി സെയിം സൗണ്ട് ആസ് വെൽ okay next one this is confusing for us because in many Indian languages there is a perfect correspondence between spelling and sound അതുപോലെ തന്നെ words are pronounced as they are written അപ്പം most of Indian languages in the case of most of Indian languages there is a direct correspondence between spelling and pronunciation but in the case of English language there is no such a relationship or direct correspondence between spelling and sound. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ spelling and sounds in English. First question, what are signifier and signified? How are they related? Now, let us stop here. See you soon with a new video. Have a nice day.